ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നുമില്ല കേട്ടോ. കാരണം ഇന്ന് രാവിലെ വോട്ട് ചെയ്യാൻ പോയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ അമ്മയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മയൊക്കെ നേരത്തെ തന്നെ വോട്ട് ചെയ്തിട്ട് വന്നു കേട്ടോ. കാരണം പ്രായമായ ആൾക്കാർക്കൊന്നും അധികം സമയം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. പക്ഷേ എനിക്കൊരു 2 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. എങ്കിലല്ലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചായിരുന്നു കേട്ടോ നമുക്ക് ഇന്നുണ്ടായത്. മീൻ വറുത്തതും കൂർക്ക മെഴുക്ക് വരട്ടിയും മീൻ കറിയൊക്കെ ആയിരുന്നേ. അപ്പോൾ നമുക്കിനി വോട്ട് ചെയ്യാൻ പോയ വിശേഷമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അധികം വിശേഷമൊന്നുമില്ല. ഈ ക്യൂവിൽ ഒരു 2 മണിക്കൂറോളം സമയം എനിക്ക് നിൽക്കേണ്ടി വന്നു കേട്ടോ. പക്ഷേ രാവിലെ തന്നെ പോയത് കൊണ്ടിട്ട് വെയിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ദേ ഈ ക്യൂവിൽ ഇങ്ങനെ നിന്ന് വോട്ടൊക്കെ ചെയ്തത് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ അമ്മയും അച്ഛനൊക്കെ നേരത്തെ തന്നെ വോട്ട് ചെയ്ത് വന്നു കേട്ടോ. അവർക്കൊന്നും അങ്ങനെ അധികം നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ ദേ എൻ്റെ വിരലിലും മഷിയൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഈ ഗേറ്റൊക്കെ അടച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മീൻകാരൻ വന്നപ്പോൾ അതെ ഈ മീനാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. തിരിയാണെന്നാണ് ഈ മീനിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഈ മീൻ വറുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ മീൻ കാണുമ്പോഴെല്ലാം ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേഗത ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഗോതമ്പ് പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഗോതമ്പ് പുട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഗോതമ്പ് പുട്ടും പഴമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കൂർക്ക ഇരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ കൂർക്കയാണ് ഇതുള്ളത് കേട്ടോ. 1 കിലോ വാങ്ങിച്ചതിൻ്റെ പകുതി എടുത്തു. അപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 കിലോ കൂർക്കുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള അരി എടുക്കുകയാണ് കേട്ടോ. ചോറിനുള്ള അരി എടുക്കുകയാണ്. അപ്പോൾ ആ നാഴിയിൽ നമുക്ക് ആവശ്യമുള്ളത് അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ മിക്കപ്പോഴും കുത്തരിയാണ് വാങ്ങിക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ ജയരി ഉണ്ടിട്ടാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിയൊക്കെ കഴിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജയരിയാണ് കേട്ടോ നമ്മൾ ഊണിനായിട്ട് എടുത്തേക്കണത്. അപ്പോൾ അതേ കുക്കറിനകത്താണ് കേട്ടോ ചോറ് വെക്കാറ്. എനിക്ക് കുക്കറിനകത്തൊക്കെ വെക്കുമ്പോൾ നല്ല പാകത്തിന് വെന്തെല്ലാം കിട്ടാറുണ്ട് കേട്ടോ. എൻ്റെ ചില കൂട്ടുകാരൊക്കെ പറയാറുണ്ട് കുക്കറിലിട്ടാൽ ഭയങ്കരമായിട്ട് വെന്ത് പോകും എന്നൊക്കെ. പക്ഷെ നമുക്കിവിടെ കറക്റ്റ് പാകത്തിന് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ കൂർക്കയെല്ലാം ക്ലീൻ ചെയ്തത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ കുറച്ച് കൈവെള്ളം ഒഴിച്ച് 3 പച്ചമുളക് ഒടിച്ചിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒരു സ്റ്റീം വരണതിന് മുന്നേ തന്നെ നമ്മളിത് ഓഫാക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് പാകത്തിന് വെന്ത് കിട്ടണം. അല്ലെങ്കിൽ ഒരുപാട് ഉടഞ്ഞങ്ങ് പോകും. വറുക്കാനുള്ള മീൻ മുളകൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാനിനകത്ത് നമുക്ക് മീൻ വറുത്തെടുക്കാം കേട്ടോ. കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത്. ഉള്ളിക്ക് പകരം സവാളയും എടുക്കാം, പക്ഷെ രുചി കൂടുതൽ ഉള്ളിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളി എടുത്തത്. പിന്നെ ഉള്ളിക്കും ഇപ്പോൾ വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ തീ പിടിച്ച വിലയായിരുന്നില്ലേ, പക്ഷേ ഇപ്പോൾ നല്ല കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളിക്കൊക്കെ വില. അപ്പോൾ അതേ നമ്മുടെ കൂർക്ക ഇവിടെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ സെൻറ്ററിന് അടുപ്പിലേക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചോറെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ, കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോറൊന്ന് വാർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കുക്കറിനകത്ത് തന്നെയാണ് ചോറ് വാർക്കാറ്. അപ്പോൾ എൻ്റെ എപ്പോഴും കാണുന്ന കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ അറിയാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് പറയണത്. ഈ കുക്കറിൻ്റെ മൂടിയുടെ വാഷർ മാറ്റിയതിന് ശേഷം 2-3 പ്രാവശ്യം കുക്കറിനകത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് കയ്യിലോണ്ട് ചുറ്റിച്ചതിന് ശേഷം ഈ കഞ്ഞിവെള്ളം ഈ പാത്രത്തിലേക്ക് മാറ്റണത് ചെടിക്ക് ഒഴിക്കാനാണ് കേട്ടോ. ചൂടാറുമ്പോൾ ചെടിക്ക് ഒഴിക്കുക. അതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മൂടിയതിന് ശേഷം ഇങ്ങനെ കമത്തി വെച്ച ഒരു അരമണിക്കൂർ കൊണ്ട് ഇതിനകത്തുനിന്ന് വെള്ളമെല്ലാം നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചോറ് വാർക്കാറ്. ഇനി നമുക്ക് കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഉള്ളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആ മുളകിൻ്റെയൊക്കെ കുത്തൽ മണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത കൂർക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഈ തൈരിലേക്ക് ചതച്ചിട്ടിട്ടുണ്ട്. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ സവാള ഇതുപോലെ നല്ല വീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ 2-3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ നമുക്ക് ചതച്ചെടുക്കണം, പച്ചമുളകും ഒന്ന് കീറിയും എടുക്കണം കേട്ടോ. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു പാത്രമാണ് കേട്ടോ അടുപ്പിൽ വെച്ചേക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് 2ആയിട്ട് മുറിച്ച വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് കല്ലിൽ വെച്ചൊന്ന് ചതച്ചത് കേട്ടോ, അതും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പൊടികളുടെ എല്ലാം ആ കുത്തൽ മണം എല്ലാം മാറി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 500 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ നമ്മളിതിൽ ഒഴിച്ച വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇത് അടപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. അതിനുശേഷം മീനിട്ട് വെച്ച ചട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഓട്ടുപുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എത്ര പുളി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് പുളി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇതേ സവാള അരിഞ്ഞു വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. മീൻ കറി നമ്മൾ ഒരിക്കലും കയ്യിലോണ്ട് ഇളക്കാനൊന്നും പാടില്ല. ഇപ്പം ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതലോ കുറവോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ കറിയെല്ലാം റെഡിയായിട്ട് വരണുണ്ട് കേട്ടോ. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയിൽ നിന്നൊക്കെ നല്ലൊരു സ്മെല്ല് വരണുണ്ട് കേട്ടോ. നല്ലൊരു രുചിയുള്ളൊരു സ്മെല്ല് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വേഗം തന്നെ കഴുകി വെക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെയും കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വോട്ട് ചെയ്തായിരുന്നോ? അപ്പോൾ ഒന്ന് വോട്ട് ചെയ്തെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. നമ്മളിപ്പോൾ മീൻ വറുത്ത പാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ആ എണ്ണയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചോറിട്ടിട്ട് നമ്മുടെ പൂച്ചയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാം. അവർക്ക് എല്ലാം സൂപ്പറായിട്ട് കഴിക്കാമല്ലോ. ഇതിലാ നമ്മുടെ മീൻ വറുത്തതിൻ്റെ ആ ഗ്രേവിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലിട്ടൊന്ന് പുരട്ടിയിട്ട് നിങ്ങൾക്കൊന്ന് കൊടുക്കാം. ഇതെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ താഴെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.